കേരളത്തിൽ BJPക്ക് തിരിച്ചടിയാണ്. പക്ഷേ കിരൺ റിജിജുവിന് അവിടെ അത് തിരിച്ചടിയല്ല. കാരണം അവർക്ക് കേരളത്തിലൊരു വലിയ പ്രശ്നമാണ്. ഇത് അവിടെ ആ ആളുകൾ മുഴുവൻ മോദിജിക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് പരിപാടി നടത്തിയിരിക്കുന്നു എന്നാണ് ഇത് നോർത്തിൽ പ്രചരിപ്പിക്കപ്പെടാൻ പോകുന്നത്, നാളെ വാർത്തയായിട്ട് വരാൻ പോകുന്നത്. അതായത് പ്രധാനമന്ത്രി മോദിജി ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നതുകൊണ്ട് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന കേരളത്തിൽ മുനമ്പം നിവാസികൾ മോദിജിക്ക് നന്ദി എന്ന് വലിയ ഫ്ലക്സ് ബോർഡ് എഴുതിയിട്ട് അങ്ങനെ തന്നെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. നിയമമന്ത്രി ഇവിടെ ഈ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം, നിയമം ആയതിനു ശേഷം ആദ്യം പോയി പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി കേരളത്തിലേതായിരിക്കുന്നു. അതുകൊണ്ട് കണ്ണു ഇത് ഞങ്ങളുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് എന്ന് അവിടെ പ്രചരിപ്പിക്കാനുള്ള കാര്യം കിട്ടിയിരിക്കുന്നു. അതായിരുന്നു പ്രധാനപ്പെട്ട ഉന്നം എന്നതുകൊണ്ടാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു അബദ്ധം ചാടിയതല്ല. അതായിരുന്നു പ്രധാനപ്പെട്ട ഉന്നം. അദ്ദേഹം അത് നടപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ ചോദിച്ചപ്പോൾ ഇതല്ലാതെ അദ്ദേഹത്തിന് പറയാനേ പറ്റില്ല. ഒരു നിയമമന്ത്രിക്ക് ഈ കേസിൽ ഭേദഗതി വന്നതുകൊണ്ട് മാത്രം വഖഫ് പ്രശ്നം ആകപ്പാടെ മുനമ്പത്തിൽ പരിഹരിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് പറയാനേ പറ്റില്ല. അപ്പോൾ ആത്യന്തികമായിട്ട് അവർക്ക് ദേശീയ തലത്തിൽ നേട്ടം തന്നെയാണ്. അവരുണ്ടാക്കിയ നറേറ്റീവ് അവർക്ക് കുറച്ചുകൂടെ പുഷ്കലമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കേരളത്തിൽ പക്ഷേ എനിക്ക് ഈ സമരസമിതിയുടെ ആൾക്കാർ വല്ലാതെ ഷോക്കായിപ്പോയി എന്ന് പറഞ്ഞു കേട്ട് അത്ഭുതം തോന്നി. 50% പഠിച്ചാൽ മതി, 100% പഠിക്കണ്ട. 50% പഠിച്ചാൽ പോലും അറിയാവുന്നതേ ഉള്ളൂ ഈ ഭേദഗതി വന്നതുകൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നാണ്.